പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 30ാമത്തെ ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്നലെ വിശ്വാസയോഗ്യമായ നിലയിൽ നമുക്ക് പിറ കണ്ടു എന്ന വിവരം കിട്ടാത്ത അടിസ്ഥാനത്തിൽ ഇന്ന് ഞായറാഴ്ച ദുൽഹിജ്ജ 30 പൂർത്തിയാക്കി ഇന്നത്തെ മഗ്രിബോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ പരിപാവനമായ മുഹറം മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ എന്തെല്ലാം തിന്മകൾ ചെയ്തു പോയിട്ടുണ്ടോ, എന്തെല്ലാം അബദ്ധങ്ങളെ പറ്റിയോ എല്ലാം അള്ളാഹു തആല പുറത്തു തരുമാറാവട്ടെ, നന്മകൾ സ്വീകരിക്കട്ടെ. ഇനി വരുന്ന വർഷം നല്ല ഒരു ഖൈറിൻ്റെ വർഷമാക്കി, നല്ലൊരു സമാധാനത്തിൻ്റെ വർഷമാക്കി അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ. ആമീൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇനി കടന്നു വരുന്ന മുഹറം മാസം, ഈ ഒരു വർഷം നല്ല ഖൈറിൻ്റെ, സമാധാനത്തിൻ്റെ, റാഹത്തിൻ്റെ ഒരു വർഷമായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ഖൈറാവണമെന്ന് നമ്മൾ മനസ്സിൽ കരുതിയതുകൊണ്ടാവില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ചില ദുആകൾ നമ്മൾ പറഞ്ഞാൽ, ചില ദിക്റുകൾ നമ്മൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു വർഷം നമുക്ക് വലിയ സന്തോഷമാകും. അപ്പോൾ ഏതൊക്കെയാണ് ആ ദിക്ർ, ഏതൊക്കെയാണ് ആ ഒരു ദുആ, അത് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മുഹറം മാസത്തിൻ്റെ പ്രഥമ രാത്രിയിലും പകലിലും 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതണം എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ വിശദമായ വീഡിയോ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരുപാട് പേര് പല സംശയങ്ങളും ചോദിച്ചിരുന്നു. ആ സംശയങ്ങൾക്കുള്ള മറുപടി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിലുണ്ട്. അതോടൊപ്പം തന്നെ ആയത്തുൽ കുർസി നമ്മൾ ഓതാറുണ്ടല്ലോ 360 പ്രാവശ്യം. ആ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞിട്ട് ഒരു ദുആയുണ്ട്, ആ ദുആ കൂടി ചെയ്യണം. ആ ദുആയും ഏതാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ വരുന്ന മുഹറം മാസത്തെ എങ്ങനെ സ്വീകരിക്കണം, എങ്ങനെ ആദരിക്കണം, എങ്ങനെ അതിനോട് പെരുമാറണം, എല്ലാം വിശദമായി പറയുന്ന ഈ വീഡിയോ അവസാനം വരെ കാണണേ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ജീവിതത്തിലെ എല്ലാവിധ ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാ തരത്തിലുള്ള ഇടങ്ങേറുകളും മാറ്റി എല്ലാവിധ സന്തോഷവും സമാധാനവും റാഹത്തുമുള്ള ഒരു ജീവിതം ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ഒരുപാട് പേരാണ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓരോ വീഡിയോകൾക്ക് താഴെയും നിരവധി പേര് അല്ലാഹു തആല ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞോ, നമ്മളെ ഇഷ്ടപ്പെടുന്നോ, നാം ഇഷ്ടപ്പെടുന്നോ, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകൾ സ്ഥിരമായി കാണുന്നവർ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, എല്ലാവർക്കും അല്ലാഹു ഇരുലോക വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് പരിശുദ്ധമായ ദുൽഹിജ്ജ 30 ഇന്നലെ ശനിയാഴ്ച നമ്മളെല്ലാവരും മഗ്രിബോട് കൂടി കാത്തിരുന്നു, പിറ കാണുമോ ഇല്ലയോ എന്ന് നോക്കി. പക്ഷേ പിറ കണ്ടില്ല. ഇന്ന് ദുൽഹിജ്ജ 30 പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച. അപ്പോൾ ഇനി ഇന്നത്തെ മഗ്രിബോട് കൂടി ഇനി പിറ കാണേണ്ട കാര്യമില്ല. മാസം പൂർത്തിയായി, അറബി മാസം പൂർത്തിയായി, ദുൽഹിജ്ജ 30 പൂർത്തിയായ കാരണത്താൽ ഇന്ന് മഗ്രിബോട് കൂടി നമ്മൾ മുഹറം മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു തആല ഈ കഴിഞ്ഞു പോകുന്ന ഈ വർഷം എന്തെല്ലാം നന്മകൾ നമ്മൾ ചെയ്തോ എല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എന്തെല്ലാം നന്മകൾ ചെയ്യാനുണ്ടോ, അല്ലാഹു ഒരുപാട് നന്മകൾ ചെയ്യാനും അതുപോലെ തന്നെ അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ഒരുപാട് കാലം ആഫിയത്തായി ആരോഗ്യത്തോടു കൂടി ജീവിക്കാനും അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മഗ്രിബോട് കൂടി നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയത്ത്, അതായത് ഇന്നത്തെ മഗ്രിബ് തൊട്ട് ഇനി മുഹറം മാസം തീരുന്നതുവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോയിൽ നമ്മളത് പറയാൻ പോവുകയാണ്. പ്രത്യേകിച്ച് മുഹറം 1 മുതൽ 10 വരെ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. അതിലും പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രിയും നാളത്തെ പകലും നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരുപാട് നല്ല കാര്യങ്ങൾ എല്ലാം ഇൻഷാ അല്ലാഹ് ചുരുക്കി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു തആല ഇത് പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നിരവധി പേര് ചോദിക്കുന്നു, ഉസ്താദെ എന്നാണ് മുഹറം 9, 10 ആശുറാ താസുആ എന്നാണ് എന്ന് പലരൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് ദുൽഹിജ്ജ 30 നാളെ തിങ്കളാഴ്ച മുഹറം 1. അപ്പോൾ അങ്ങനെ വെച്ച് നമ്മൾ കൂട്ടുമ്പോൾ അടുത്ത ചൊവ്വാഴ്ച അതുപോലെ തന്നെ ബുധനാഴ്ച, അടുത്ത ചൊവ്വാഴ്ച മുഹറം 9, അടുത്ത ബുധനാഴ്ച മുഹറം 10. അപ്പോൾ ആശുറാ താസുആ വരുന്ന ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് വിശദമായി നമുക്ക് പിന്നീട് പറയാം. വലിയൊരു തയ്യാറെടുപ്പാവണം പരിശുദ്ധമായ ഈ മുഹറം മാസത്തിൽ ചെയ്യേണ്ടത്. പുതിയ വർഷമാണ്. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ നിസ്കാരം ഞാൻ ഖളാ ആക്കില്ല. പരമാവധി, നിർബന്ധമെന്ന് പറയുന്നില്ല, പരമാവധി ഞാൻ ജമാഅത്തോടുകൂടി നിസ്കരിക്കും. എത്രയോ ആളുകൾ ന്യൂ ഇയർ വരുമ്പോൾ അല്ലേ, ഡിസംബർ 31 ആകുമ്പോൾ എല്ലാവരും, പല ആളുകളും നാളെ മുതൽ ജിമ്മിന് പോകണം,
നാളെ മുതൽ ഈ കള്ള് കുടിക്കുന്ന ആളുകൾ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നമ്മളാരും കുടിക്കാറില്ല, ചില ആളുകൾ അങ്ങനെ ഉണ്ട്, നാളെ മുതൽ മദ്യപാനം നിർത്തണം, നാളെ മുതൽ ഡയറ്റ് തുടങ്ങണം, നാളെ മുതൽ നന്നാവണം, അങ്ങനെ ഒരുപാട് നല്ല കാര്യം ചെയ്യണം എന്ന് പല ആളുകളും തീരുമാനിക്കുന്നത് വർഷാവസാനമാണ്, അല്ലെങ്കിൽ വർഷത്തിന്റെ തുടക്കത്തിൽ. ഞാൻ ചോദിക്കട്ടെ, മുഹറം മാസം വന്നപ്പോൾ നമ്മൾ എത്ര പേര് തീരുമാനിച്ചിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് എനിക്ക് ഫർദ് നിസ്കാരം ഇനി മുതൽ ജമാഅത്തായി നിസ്കരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇനി തൊട്ട് സുന്നത്ത് നോമ്പ് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പിടിക്കണം, എനിക്ക് എല്ലാ ദിവസവും സൂറത്ത് യാസീൻ ഓതണം എന്ന് എത്ര പേര് തീരുമാനിച്ചു? ഇനി ആരെങ്കിലും തീരുമാനിക്കാത്തവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് തീരുമാനിക്കാനുള്ള ഒരു അവസരമാണ് ഇന്നത്തെ ദിവസം അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ളത്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ പുതിയ ഒരു ഹിജ്റ വർഷം ഇതാ തുടങ്ങിയിരിക്കുകയാണ്. എന്താണ് ഉസ്താദ് ഈ ഹിജ്റ വർഷം? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്താണ് ഇസ്ലാം എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ വ്യാപിച്ച സമയത്ത് പല ആളുകളും അഭിപ്രായം പറഞ്ഞു, ഒരു കലണ്ടർ സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് അതൊരു ആഴ്ചകളും തീയതികളൊക്കെ നിശ്ചയിക്കാൻ വലിയ സൗകര്യമാകും. അങ്ങനെ എല്ലാ സ്വഹാബിമാരെയും വിളിച്ചു കൂട്ടിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, എങ്കിൽ നമുക്ക് 12 മാസമുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഈ 12 മാസത്തിൽ ഏത് മാസത്തെ നമുക്ക് ഒന്ന് വെക്കണം, 2 ഏത്, 3 ഏത്, 4 ഏത് എന്ന് നമുക്കൊന്ന് തീരുമാനിക്കാം. അങ്ങനെ പല സ്വഹാബിമാരും പല അഭിപ്രായം പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു നമുക്ക് റമളാൻ വെക്കാം, റമളാനല്ലേ ശ്രേഷ്ഠമായ മാസം, റമളാൻ ഒന്നാവട്ടെ. അങ്ങനെയൊക്കെ പല പല അഭിപ്രായങ്ങൾ. റമളാൻ മാസം പറഞ്ഞവരുണ്ട്, അതുപോലെ തന്നെ ദുൽഹിജ്ജ മാസം പറഞ്ഞവരുണ്ട്, അങ്ങനെ പല മാസങ്ങൾ. അതുപോലെ റബീഉൽ അവ്വൽ മാസം പറഞ്ഞവരുണ്ട്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തന്നെ പറഞ്ഞു, അത് വേണ്ട, നമുക്ക് മുഹറം മാസത്തെ ആദ്യത്തെ മാസമാക്കാം. കാരണം മുഹറം മാസത്തിന് പല പ്രത്യേകതയുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ മാസമാണ്. അള്ളാഹുവിൻ്റെ മാസം എന്ന ഷഹ്റുല്ലാ എന്ന പേര് കിട്ടിയ മാസമാണ് മുഹറം മാസം. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഹാജിമാർ ഹജ്ജെല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് നല്ല ശുദ്ധ പ്രകൃതിയോടുകൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. മുഹറം മാസത്തിൻ്റെ തുടക്കത്തിലൊക്കെയാണല്ലോ ഹാജിമാർ നാട്ടിലേക്കൊക്കെ കൂടുതലായി എത്തുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഹാജിമാരൊക്കെ നാട്ടിലേക്ക് വരുന്നത് കൊണ്ട് ഹജ്ജിൻ്റെ സമാപനമായതുകൊണ്ട് നമുക്ക് മുഹറം മാസത്തെ തന്നെ വെക്കാം. അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വന്നു. ആ ഹിജ്റ നബി തങ്ങൾ തുടങ്ങിയത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ വലിയ ഒരു കാര്യം നടന്നത്, അതായത് ഇസ്ലാമിൻ്റെ വിജയം തുടങ്ങിയത് ഹിജ്റയിലൂടെയാണ്. അപ്പോൾ ആ ഹിജ്റ, ഇസ്ലാമിൻ്റെ വിജയം നടന്ന ഹിജ്റ തുടങ്ങിയത് മുഹറം മാസത്തിലായതുകൊണ്ട് നമുക്ക് മുഹറം മാസത്തെ പ്രഥമ മാസമാക്കി മാറ്റാം. അങ്ങനെയാണ് മുഹറം മാസം അറബിക് കലണ്ടറിലെ ഹിജ്റ കലണ്ടറിലെ ആദ്യത്തെ മാസമാകുന്നത്. അങ്ങനെ നമുക്ക് മുഹറം, പിന്നെ സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജമാദുൽ ഊല, ജമാദുൽ ഉഖ്റ, പിന്നെ റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. അപ്പോൾ ഈ 12 മാസം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 113 പ്രാവശ്യം എഴുതൽ പ്രത്യേകം നല്ലതാണ് എന്ന് നമ്മളൊക്കെ പറഞ്ഞിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതെപ്പോഴാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത്, ഏത് രൂപത്തിലാണ്, അത് വിശദമായി നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇന്ന് കാണുന്ന ഉമ്മമാർക്ക് ഉപ്പമാർക്കും ഞാനൊന്ന് വേഗത്തിലൊന്ന് പറഞ്ഞു തരാം. നല്ല വെള്ള പേപ്പർ എടുക്കുക. വരയിട്ട പേപ്പറിൽ എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എഴുതാം, കുഴപ്പമില്ല, നല്ലത് ഒരു വരയുമില്ലാത്ത പേപ്പറിൽ എഴുതലാണ്. പിന്നെ അക്കമിടാമോ, 1, 2, 3, 4 അങ്ങനെ ഇടാമോ? അങ്ങനെ ഇടാം, കുഴപ്പമില്ല. കാരണം നമ്മളൊക്കെ ചിലപ്പോൾ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ കൂടിപ്പോവാൻ സാധ്യത, അല്ലെങ്കിൽ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അക്കമിട്ട് എഴുതാം. ഇനി ഒന്നും ഇടാതെ എഴുതാം. കറക്റ്റ് എണ്ണം ഞാൻ 113 പ്രാവശ്യം കറക്റ്റായിട്ട് എഴുതും എന്ന് ഉറപ്പുള്ളവർക്ക് അങ്ങനെ എഴുതാം, കുഴപ്പമില്ല. പിന്നെ നമുക്ക് തെറ്റിപ്പോവാതിരിക്കാൻ നമ്മൾ 1, 2 എന്ന് നമ്പർ ഇട്ട് എഴുതിയാലും കുഴപ്പമൊന്നും വരാനില്ല. അങ്ങനെ നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതുന്നു. എങ്ങനെ എഴുതുന്നു? നമ്മൾ ഖുർആനിലൊക്കെ കാണുന്നത് പോലെ കൂട്ടിയല്ല എഴുതേണ്ടത്, മറിച്ച് ഓരോ അക്ഷരവും പിരിച്ചാണ് എഴുതേണ്ടത്. ബ, സീൻ, അങ്ങനെ ഓരോ അക്ഷരം പിരിച്ച് അതിൻ്റെ കൃത്യമായ രൂപം നിങ്ങൾക്ക് ഇതിവിടെ കാണാം അല്ലേ? ഓരോ അക്ഷരം 19 അക്ഷരമുണ്ട്. അത് ഓരോ അക്ഷരം കൂട്ടിമുട്ടാതെയാണ് എഴുതേണ്ടത്. പല ആളുകളും ചോദിച്ചു, ഉസ്താദെ ഈ ബ എഴുതുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ചെറിയ കുത്തുണ്ടാകുമല്ലോ, ആ കുത്തു വേണോ? കുത്ത് ഇട്ടും എഴുതാം, ഇടാതെയും എഴുതാം. പിന്നെ ഇട്ട് എഴുതലാണ് നല്ലതെന്ന് ചില കിതാബുകളിൽ കാണുന്നതനുസരിച്ചാണ് നമ്മൾ അങ്ങനെ എഴുതിയത്. ഇനി ഇടാതെ എഴുതുന്നവർക്ക് അങ്ങനെയും എഴുതാം, കുഴപ്പമില്ല. പിന്നെ ഫത്ഹ്, കിസ്ർ, ലൊമ്മ് അതൊന്നും ഇടാതെയാണ് എഴുതേണ്ടത്. പിന്നെ അത് നമ്മൾ എഴുതുക. പിന്നെ എഴുതുന്ന സമയത്ത് വുളുവോടുകൂടി എഴുതുക. പിന്നെ എഴുതുന്നതിന് മുമ്പ് 2 റക്അത്ത് വെറുതെ മുത്തലക്കൻ, വെറുതെ ഒന്ന് സുന്നത്ത് നിസ്കരിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു അതിൻ്റെ ആവശ്യങ്ങൾ പൂർത്തിയാവാനുള്ള ഹാജത്ത് നിസ്കരിച്ചിട്ട് വെറുതെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് എഴുതൽ ഏറ്റവും, നമുക്ക് എഴുതുന്ന കാര്യം കൂടുതൽ നമുക്ക് എഫക്റ്റീവ് ആവാൻ 2 റക്അത്ത് സുന്നത്ത് കൂടി നിസ്കരിക്കൽ നല്ലതാണ് എന്ന് നമുക്ക് കിതാബിൽ കാണുവാൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഉസ്താദെ 2 പേപ്പറിൽ എഴുതാൻ പറ്റുമോ, 3 പേപ്പറിൽ എഴുതാൻ പറ്റുമോ, ഒരു പേപ്പർ തന്നെ കൊള്ളിക്കണോ? ഒരു പേപ്പറിൽ തന്നെ എഴുതൽ നല്ലതാണ്.
ഇനിയിപ്പോൾ ചില ആളുകൾ എഴുതുമ്പോൾ വലിയ അക്ഷരമായി പോകും. അപ്പോൾ ഒരു പേജ് കഴിഞ്ഞ് നമുക്ക് അടുത്ത പേജ് എഴുതാം, ഇനി വേണമെങ്കിൽ മൂന്നാമത്തെ ഒരു പേപ്പർ എഴുതാം. അങ്ങനെ എഴുതുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എഴുതേണ്ടത് 113 പ്രാവശ്യമാണ്. പിന്നെ വിട്ടാണ് എഴുതേണ്ടത്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു, ഉസ്താദേ ഞങ്ങൾക്ക് നിസ്കാരമില്ല, അശുദ്ധിയാണ്, ഞങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? മെൻസസ് ആയ സഹോദരിമാർക്ക്, നിസ്കാരമില്ലാത്തവർക്ക് എഴുതാം. പക്ഷേ ഏറ്റവും നല്ലത് വീട്ടിൽ ശുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കലാണ്. അതായത് പുരുഷന്മാരുണ്ടെങ്കിൽ അവരെഴുതട്ടെ. പിന്നെ അതല്ലാതെ സ്ത്രീകളാണെങ്കിൽ ശുദ്ധിയുള്ള സ്ത്രീകൾ ഉണ്ടാവുമല്ലോ, നമ്മുടെ മക്കളോ മരുമക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ചെറിയ മക്കളുണ്ടാകും, ചെറിയ മക്കൾ അവരെഴുതിയാലും മതി. ഇത് പ്രായപൂർത്തിയായവർ തന്നെ എഴുതണം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇത് വകതിരിവായ, അതായത് കുഞ്ഞു കുട്ടികളല്ല, വകതിരിവായ നമ്മുടെ മക്കളുണ്ടല്ലോ അവരെ ഏൽപ്പിച്ചാലും മതി. ഇത് തീരെ ആരുമില്ല, വീട്ടിൽ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ, അവർക്കാണെങ്കിൽ ആ സമയത്ത് അശുദ്ധിയാണ് എങ്കിൽ അവർക്ക് എഴുതാം. എഴുതുന്ന സമയത്ത് ഇതൊരു ദിക്റാണ് എന്ന് മനസ്സിൽ കരുതിയിട്ട് എഴുതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ എഴുതുമ്പോൾ വുളുവോടുകൂടി എഴുതലാണ് വേണ്ടത്. അപ്പോൾ ഈ നിസ്കാരമില്ലാത്ത സഹോദരി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതുമ്പോൾ വുളു എടുക്കേണ്ട കാര്യം അവിടെയില്ല, വുളു എടുക്കാൻ പാടില്ല. മെൻസസ് ആയ സഹോദരിമാർ വുളു എടുക്കേണ്ട ആവശ്യം അവിടെയില്ല. അവർക്ക് വുളു എടുത്തിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഖുർആൻ ഓതാൻ പറ്റില്ല, ഖുർആൻ തൊടാൻ പറ്റില്ല, നിസ്കരിക്കാൻ പറ്റില്ല, പിന്നെ എന്തിനാണ് വുളു എടുക്കുന്നത്? അപ്പോൾ വുളു എടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ ഇവിടെ പറയാനുള്ളത്, പരമാവധി അങ്ങനെ അശുദ്ധിയുള്ള ഉമ്മമാരുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരെ ഏൽപ്പിക്കലാണ്, എഴുതാൻ ഏൽപ്പിക്കലാണ് വേണ്ടത്. ഇനി ആരും എഴുതാനില്ലെങ്കിൽ അവർക്ക് ദിക്റാണ് എന്ന് മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മൾ എഴുതേണ്ട രൂപത്തിൽ എഴുതാം. ആ സമയത്ത് അവർ വുളു എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വുളു എടുത്തിട്ട് എഴുതലാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചെയ്യേണ്ടത്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലായതുകൊണ്ട് നിങ്ങൾ വുളു ഇല്ലാതെ എഴുതിയാൽ മതിയാകുന്നതാണ്. ചില ആളുകൾ ചോദിച്ചു, ഉസ്താദേ 2 സെറ്റായിട്ട് എഴുതാമോ? ഒന്ന് എൻ്റെ വീട്ടിൽ വെക്കാൻ, ഒന്ന് എൻ്റെ വാഹനത്തിൽ വെക്കാൻ, അല്ലെങ്കിൽ ഒന്ന് എൻ്റെ കടയിൽ വെക്കാൻ. അങ്ങനെ എഴുതാം, കുഴപ്പമില്ല. സമയമുള്ളവർ, സന്ദർഭമുള്ളവർ അങ്ങനെ എഴുതാം, കുഴപ്പമില്ല. ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, ഉസ്താദേ ഇത് ഞാൻ എഴുതിയിട്ട് എൻ്റെ മൊബൈലിൻ്റെ കവറിൻ്റെ ഉള്ളിൽ വെക്കാമോ? ഈ മൊബൈൽ കവർ ഉണ്ടല്ലോ, കവറിൻ്റെ ഉള്ളിൽ വെക്കാമോ? വെക്കാം, എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷേ അപ്പോൾ ഞാൻ ബാത്റൂമിൽ കയറുമ്പോൾ അത് പ്രശ്നമാവില്ല. ബാത്റൂമിൽ നമ്മൾ ഫോൺ പോക്കറ്റിലല്ലേ ഇടുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൂട്ടി എഴുതാതെ പിരിച്ചെഴുതണം എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് രഹസ്യമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതിയ പേപ്പർ അത് പരമാവധി നമ്മുടെ ശരീരത്തിൽ ചുമക്കണമെന്നാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പേഴ്സിൻ്റെ ഉള്ളിൽ വെക്കുന്നവരുണ്ടാകാം, ചില സ്ത്രീകൾ അവരുടെ ഹാൻഡ് ബാഗിൽ പേഴ്സിലൊക്കെ വെക്കുന്നവരുണ്ടാകാം. അപ്പോൾ ഇതൊക്കെയായി നമ്മൾ പലപ്പോഴും ബാത്റൂമിലൊക്കെ കയറാറുണ്ട്, ചിലപ്പോൾ എന്തെങ്കിലും യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത്. അത് പ്രശ്നമുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്, അത് ഖുർആനോട് സദൃശ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഫുഖഹാക്കൾ നമ്മൾ ഖുർആനിൽ കാണുന്നത് പോലെ കൂട്ടി എഴുതാതെ പിരിച്ചെഴുതണമെന്ന് പറയാനുള്ള കാരണം. അതുപോലെ തന്നെ ഈ ബിസ്മിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ഉത്തരം ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം എഴുതിയത് ഇപ്പോഴും ഇരിപ്പുണ്ട്, അത് എന്ത് ചെയ്യും? അത് അവിടെ ഇരുന്നോട്ടെ. കഴിഞ്ഞ കൊല്ലം എഴുതിയത് ഷോക്കേസിലോ പേഴ്സിലോ ഉണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ. നമ്മൾ ഓരോ വർഷവും പുതുതായി ഒന്ന് എഴുതൽ ഏറ്റവും ഹൈറാണ്. കഴിഞ്ഞ വർഷം ഇനി ഇരുന്നത് നുരുമ്പി പോയിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നല്ല ശുദ്ധിയുള്ള സ്ഥലത്ത് അത് കത്തിച്ച് അതിൻ്റെ ചാരം നല്ല ശുദ്ധിയുള്ള കുളത്തിലോ ഏതെങ്കിലും കിണറ്റിലോ കൊണ്ടുപോയി ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ കഴിഞ്ഞ കൊല്ലം എഴുതിയതുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ. എത്രയോ ആളുകൾ 4 വർഷമായി എഴുതുന്നു, 2 വർഷമായി എഴുതുന്നു, കഴിഞ്ഞ വർഷം എഴുതിയിട്ട് അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമായിരുന്നു എന്ന് എത്രയോ ആളുകളാണ് നമ്മുടെ കമന്റിലൂടെയൊക്കെ എഴുതുന്നത്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാത്ര ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ രോഗം കൊണ്ടോ എഴുതാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ നാവിനൊരു കുഴപ്പമില്ലല്ലോ, അല്ലാഹു തആല വിചാരിച്ച് നാവിനൊരു കുഴപ്പമില്ലല്ലോ, അതുകൊണ്ടൊരു 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നല്ല നിയത്തോടു കൂടി പറഞ്ഞാൽ അള്ളാഹുവാണ് പ്രതിഫലം തരുന്നത്. ഇൻഷാ അല്ലാഹ് ആ ബിസ്മി എഴുതിയതുപോലത്തെ ഒരു പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് തരും ഇൻഷാ അല്ലാഹ്. പിന്നെ മാത്രമല്ല, നമ്മളിത് ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുമല്ലോ, എഴുതിയ ആളുകൾ ചുമ്മാ മിണ്ടാതെ ഇരുന്ന് എഴുതുക. എന്നിട്ട് ആ 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 113 പ്രാവശ്യം നാവ് കൊണ്ട് പറയാം. ഇനി പറഞ്ഞില്ല എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ബിസ്മി എഴുതുന്നത് തിരക്കാൻ. പക്ഷെ പല ആളുകളും ഇന്ന് സുബഹി നിസ്കരിച്ചിട്ടുണ്ടാവില്ല. സുബഹി നിസ്കരിക്കാതെ ബിസ്മി ഒരു 1000 പ്രാവശ്യം എഴുതാൻ നമുക്ക് ഗുണമുണ്ടോ? ഇതൊക്കെ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഫർളായ നിസ്കാരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഖുർആൻ പാരായണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആയത്തുൽ കുർസിയെ 360 പ്രാവശ്യം. എൻ്റെ പൊന്നുസ്താദെ, ഈ ആയത്തുൽ കുർസിയൊക്കെ 360 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇടങ്ങേറാകും. നിങ്ങൾ ഇടങ്ങേറാവണ്ട, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പറയും, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചൊല്ല്. 360 പ്രാവശ്യം കുത്തിയിരുന്ന് തന്നെ ഓതണം എന്നൊന്നും ഒരു നിർബന്ധവുമില്ല. അത് ഘട്ടം ഘട്ടമായി ഒരു 50 പ്രാവശ്യം, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഒരു 100 പ്രാവശ്യം, അങ്ങനെ ഓതിയാൽ 360 പ്രാവശ്യം. അതിനിപ്പോൾ ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് പറ്റുന്നില്ല, തീർന്നില്ല എങ്കിൽ അടുത്ത നാളെ ദിവസം ഓതാം, അല്ലെങ്കിൽ മറ്റന്നാൾ ഓതാം.
അത് ഇന്നത്തെ ദിവസം തീർക്കൽ നല്ലതാണ്. അതാണ് ഇന്നത്തെ ദിവസം തന്നെ 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതൽ നല്ലതാണ്. ഇനി തീർക്കാൻ പറ്റിയില്ല, എന്തെങ്കിലും തിരക്കൊക്കെ ആയിപ്പോയാൽ നാളെ ഓതാം, നാളെയും തീർന്നില്ലെങ്കിൽ മറ്റന്നാൾ ഓതാം. മുഹറം മാസത്തിൽ തന്നെ ആയത്തുൽ കുർസി ഓതിയാൽ ഒരുപാട് ശ്രേഷ്ഠതയാണ്. ആയത്തുൽ കുർസിൻ്റെ ശ്രേഷ്ഠതയൊക്കെ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആയത്തുൽ കുർസിൻ്റെ കാര്യം മറന്നു പോകണ്ട. ഇപ്പോൾ നമ്മൾ ഏതായാലും നിസ്കാരങ്ങൾക്കൊക്കെ ശേഷം ആയത്തുൽ കുർസി ഓതുന്നവരാണ് അല്ലേ. ആയത്തുൽ കുർസി നിസ്കാരത്തിന് ശേഷം ഓതുന്നവരുണ്ട്. അപ്പോൾ ഒരു 1, 2, 3 ഒക്കെ കൂട്ടി അങ്ങോട്ട് ഓതിയേക്കുക. ഇപ്പോൾ നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കടയിലേക്ക് പോകുമ്പോൾ, അതിപ്പോൾ തിരിച്ച് പള്ളിയിലേക്ക് പോകുമ്പോൾ, അങ്ങോട്ട് പോകുമ്പോൾ, വാഹനത്തിൽ പോകുമ്പോഴൊക്കെ നമുക്ക് ആയത്തുൽ കുർസി എന്ന് പറഞ്ഞാൽ ഒരു ഖലീലാണ്, ഒരു കൂട്ടുകാരനാണെന്നാണ്. 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടി ഭൂമിയിലേക്ക് ഇറങ്ങിയ ഒരു ആയത്തുണ്ടെങ്കിൽ അത് ആയത്തുൽ കുർസിയാണ്. നമ്മൾ ആയത്തുൽ കുർസി 360 പ്രാവശ്യം ഓതി. ഇനി ഒരാൾക്ക് 360 പ്രാവശ്യം ഓതാൻ പറ്റിയില്ല എങ്കിൽ അവനെ കൊണ്ട് പറ്റുന്ന എണ്ണം ഓതുക. പറ്റുന്ന എണ്ണം ഓതിയിട്ട് അവൻ ഈ ഓതിയ ആയത്തുൽ കുർസി അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായി കിട്ടാനും ആ ഒരു ആയത്തുൽ കുർസിൻ്റെ ശ്രേഷ്ഠതയും ഫദിലും അവൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള മാസങ്ങളിലും അതുപോലെ തന്നെ ഈ വർഷത്തിലും ഉണ്ടാവാൻ പ്രത്യേകം ഒരു ദുആ നമുക്ക് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേതാണ് ആ ദുആ? ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഏതാണ് ആ ദുആ? അത് ആയത്തുൽ കുർസി അത് ജീവിതത്തിൽ എപ്പോൾ ഓതിയാലും, ആയത്തുൽ കുർസി എപ്പോൾ ഓതിയാലും നമുക്ക് ഈ ദുആ അറിയാമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ഈ മുഹറം മാസത്തിൽ നമ്മൾ ആയത്തുൽ കുർസി എപ്പോൾ ഓതുന്നോ 360 പ്രാവശ്യം ഓതി കഴിഞ്ഞാലും നമുക്ക് ഈ ദുആ പറയാവുന്നതാണ്. അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലി ഇലാ അഹ്സനിൽ അഹ്വാൽ ബിഹൗലിക വഖുവതിക യാ അസീസു യാ മുതആൽ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ഇത് നമുക്ക് കാണാതെ തന്നെ ഓതണമെന്നില്ല, കണ്ടു ഓതിയാലും മതിയാകുന്നതാണ്. നമുക്കൊന്നുകൂടി ഓതിയാലോ? അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലി ഇലാ അഹ്സനിൽ അഹ്വാൽ ബിഹൗലിക വഖുവതിക യാ അസീസു യാ മുതആൽ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ഒന്നുകൂടി അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, അവസ്ഥകൾ നന്നാക്കുന്ന റബ്ബേ, എൻ്റെ ഹാല്, എൻ്റെ അവസ്ഥ നീ നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, നിൻ്റെ കഴിവ് കൊണ്ട്, നിൻ്റെ ഖുവത്ത് കൊണ്ട്, അതുപോലെ തന്നെ നിൻ്റെ നല്ല അവസ്ഥ കൊണ്ട് എൻ്റെ അഹ്വാലുകൾ, അതായത് ഈ വർഷം മുഴുവനും എൻ്റെ അവസ്ഥകൾ നീ നന്നാക്കി തരണേ അല്ലാ. അത് കഴിഞ്ഞ് നമ്മൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണ്. അപ്പോൾ വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു ദുആയാണിത്. ആയത്തുൽ കുർസി 360 പ്രാവശ്യമോ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രൂപത്തിലോ പറഞ്ഞിട്ട് ഈ ദുആ പറയുക. അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലി ഇലാ അഹ്സനിൽ അഹ്വാൽ ബിഹൗലിക വഖുവതിക യാ അസീസു യാ മുതആൽ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ഇന്ന് മഗ്രിബോട് കൂടി മുഹറം 1 ആയിരിക്കും. സ്നേഹമുള്ള എൻ്റെ ഉമ്മമാർ, ഉപ്പമാർ, ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ന് മഗ്രിബിന് മുമ്പ് തന്നെ നമ്മളെല്ലാവരും ഒന്ന് തയ്യാറാവുക. ഒരു അല്പം നേരത്തെ നമ്മൾ വുളു എടുത്തിട്ട് നമ്മൾ നിസ്കാരപ്പായിലേക്ക് കിടക്കുക. ഉപ്പമാർ നേരത്തെ പള്ളിയിലേക്ക് പോവുക. അവിടെ ഇരുന്നിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഈ ഒരു ദിക്ർ അതിപ്രധാനപ്പെട്ട ദിക്റാണ്. അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ്. നമ്മുടെ നാവ് കൊണ്ട് പറയാൻ എളുപ്പമാണ്. മാത്രമല്ല മീസാൻ എന്ന തുലാസിൽ വളരെ ഭാരം തൂങ്ങുന്ന ഒരു ദിക്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ ദിക്ർ പരമാവധി അധികരിപ്പിച്ചിട്ട് നമ്മൾ ദുആരക്കുക. കാരണം ഈ വർഷത്തെ അവസാനത്തെ ദുആയാണിത് നമ്മുടെ, അല്ലേ? ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാനത്തെ ദുആയാണ്. അതുകൊണ്ട് അള്ളാഹുവേ, ഈ കഴിഞ്ഞു പോകുന്ന ഈ ഒരു ഹിജ്റ വർഷം ഒരുപാട് നന്മ ചെയ്തു അള്ളാഹു ഞങ്ങളെല്ലാവരും ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ദിക്ർ പറഞ്ഞിട്ടുണ്ട്, സ്വലാത്ത് തസ്ബീഹൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അതുപോലെ ഒരുപാട് തിന്മകൾ പറ്റിയിട്ടുണ്ട്, എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. നമ്മളിങ്ങനെ ദുആരക്കുക. മാത്രമല്ല ഇന്നത്തെ മഗ്രിബ് നിസ്കാരം, അതുപോലെ ഇശ, നാളത്തെ സുബഹി ഒക്കെ നമ്മൾ ജമാഅത്തായി പുരുഷന്മാർ പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കുക. ഇനി പള്ളി പോകാൻ പറ്റാത്തവരാണെങ്കിൽ വീട്ടിൽ തന്നെ നമ്മുടെ ഭാര്യ ഉണ്ടാകും, ഉമ്മ ഉണ്ടാകും, മക്കളുണ്ടാകും, അവരോടൊപ്പം ജമാഅത്തായി തന്നെ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ നമ്മൾ എല്ലാ അറബി മാസം എന്നൊക്കെ കടന്നു വരുന്നു അന്നൊക്കെ നമ്മൾ പറയാറുള്ള ഒരു ദുആയുണ്ട്. ഒരു ദുആ പ്രത്യേകം പറയൽ സുന്നത്താണ്. ഏതാണ് ആ ദുആ?
അതായത് ഇഹ്യാ ഉലൂമുദ്ദീൻ, മഹാനായ ഇമാം ഗസാലി തങ്ങളുടെ വിശ്വവിഖ്യാതമായ ഗ്രന്ഥമാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ. അതിൽ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ഔദാര്യം, അള്ളാഹുവിൻ്റെ ഫദ്ല് വിശാലമായി ലഭിക്കുന്ന രാത്രികൾ, ആ രാത്രികളിൽ പ്രത്യേകം അമൽ ചെയ്യൽ സുന്നത്താണ്. അള്ളാഹുവിൻ്റെ ഫദ്ല്, അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള വലിയൊരു സഹായം, അതൊക്കെ കിട്ടുന്ന രാത്രികളിൽ പ്രത്യേകം അമൽ ചെയ്യൽ സുന്നത്താണ്. അങ്ങനെയുള്ള ഒരു രാത്രിയാണ്, അങ്ങനെയുള്ള ഒരു രാവാണ് മുഹറം മാസത്തിൻ്റെ പ്രഥമ രാത്രി. ഇന്നത്തെ രാത്രി എന്തായാലും അല്ലാഹു തആല അവൻ്റെ അടിമകൾക്ക് ഫളില് കൊടുക്കും, അള്ളാഹുവിൻ്റെ സഹായം കൊടുക്കും, ഔദാര്യം കൊടുക്കും. അതുകൊണ്ട് ഇന്നത്തെ രാത്രി ഒന്നുകൊണ്ടും നമ്മൾ മിസ്സാക്കാൻ പാടില്ല. ഉപ്പമാര് പ്രത്യേകം ഹയാത്താക്ക് എന്ന് പറഞ്ഞാൽ ഉറക്കമൊഴിച്ച് ഇങ്ങനെ ഇബാദത്ത് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. മറിച്ച് നമ്മൾ സാധാരണ രാത്രി ചെയ്യുന്നതിനേക്കാൾ ഒരു അല്പം കൂടുതൽ ഇബാദത്ത് ഈ ഒരു രാത്രി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇശാ നിസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്, മഗ്രിബ് നിസ്കാരത്തിന് ശേഷം 2 റക്അത്ത് സുന്നത്തുണ്ട്, ഇശായുടെ ഫർള് നിസ്കരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്, ഇശായിൻ്റെ ഫർളിന് ശേഷം 2 റക്അത്ത് സുന്നത്തുണ്ട്. പിന്നെയോ വിത്ർ നിസ്കാരം നമുക്ക് നിസ്കരിക്കാം, പിന്നെ ഒരു അല്പം കിടന്നു ഉറങ്ങിയിട്ട് പിന്നെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാം. ഇതൊക്കെ നമുക്ക് ഇന്നത്തെ രാത്രി ചെയ്യാൻ പറ്റിയതാണ്. മാത്രമല്ല ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി ചെയ്യേണ്ട പ്രത്യേക ദിക്റും സ്വലാത്തും തസ്ബീഹെല്ലാം നമുക്ക് ഇന്നത്തെ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം നമ്മുടെ ചാനലിൽ ഉണ്ടാകും. എല്ലാവരും ഇന്നത്തെ ദിക്റിൻ്റെ മജ്‌ലിസിൽ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെയോ ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ പരസ്പരം ആശംസ പറയലും മുസാഫഹത്ത് ചെയ്യലും ഒക്കെ പ്രത്യേകം സുന്നത്താണ്. മുഹറം മാസം വരുമ്പോൾ പുതിയൊരു വർഷമാണല്ലോ. അപ്പോൾ കുല്ലു ആം വഅൻതും ബിഖൈർ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അമാൽ, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അമാൽ. അതൊരു നമ്മൾ ആശംസ പറയലാണ്. നമ്മളിപ്പോൾ പെരുന്നാളിന് പറയുമല്ലോ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അമാൽ. അത് ഈ മുഹറം മാസത്തിൻ്റെ തുടക്കത്തിലും നമുക്ക് പറയാം. മറ്റുള്ളവർക്ക് നമുക്ക് സന്ദേശങ്ങൾ അയച്ചു കൊടുക്കാം. മെസ്സേജ് അയക്കുന്നവർക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കാം. ഇത് മുഹറം വരികയാണ്, അതുപോലെ ഹാപ്പി മുഹറം അങ്ങനെയൊന്നും വേണ്ട. ഹാപ്പി മുഹറം, ഹാപ്പി ഇസ്ലാമിക് ന്യൂ ഇയർ അങ്ങനെയൊന്നുമല്ല. ഇതുപോലെയുള്ള ദുആകളാണ് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അമാൽ. കാരണം ഒരു പുതിയ വർഷം വരികയാണ്. പിന്നെ മാത്രമല്ല ഇന്ന് മഗ്രിബോട് കൂടി പ്രത്യേകം പറയൽ സുന്നത്താണ്. എന്ത്? അല്ലാഹുമ്മ ജഅൽഹു ഹിലാലൻ യുംനിൻ വറുഷ്ദിൻ ആമൻതു ബില്ലദീ ഖലഖക ഫഅദലക തബാറകല്ലാഹു വഅഹ്സനുൽ ഖാലിഖീൻ എന്ന് പറയൽ സുന്നത്താണ്. പിന്നെ ഇതല്ലാതെ നമ്മളെല്ലാവരും ഇന്ന് മുഹറം 1 മുഹറത്തിൻ്റെ പ്രഥമ രാത്രിയാണെന്ന് നമ്മൾ അറിഞ്ഞാൽ എന്തു പറയണം? അല്ലാഹു അക്ബർ, اللهم أهله علينا بالأمن والإيمان والسلامة والإسلام والتوفيق لما تحب وترضى ربنا وربك الله. ഇതൊന്ന് പറഞ്ഞേ. ഇത് ഇന്നത്തെ മഗ്രിബോട് കൂടി ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടി കാണണം കേട്ടോ. ഈ ഒരു ദിക്ർ പ്രത്യേകം പറയണം. ഏത്? അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, പരിശുദ്ധമായ ഒരു മാസം ഞങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാകുന്നു വലിയവൻ, നീയാകുന്നു ഏറ്റവും വലിയവൻ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി. അല്ലാഹുവേ, പുതിയൊരു മാസം വന്നിരിക്കുകയാണ്. ഈ മാസം ഞങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സമാധാനത്തിൻ്റെ, രക്ഷയുടെ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കുന്ന, ഞങ്ങൾക്ക് തൗഫീക്കുകൾ, ഒരുപാട് സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാസമാക്കി ഇതിനെ നീ മാറ്റണേ അല്ലാ എന്നാണ് നമ്മൾ ആ പറയുന്ന ദുആഇൻ്റെ അർത്ഥം. എന്നിട്ടോ ഈ ദുആ പറയുക. അതിനുശേഷം ഒരു സൂറത്തോതൽ പ്രത്യേകം സുന്നത്താണ്. ഏത് സൂറത്താണ്? സൂറത്തുൽ മുൽക്ക്, തബാറക സൂറത്ത്. കിതാബ് കൻസുൻ നജാഹി വസ്സുറൂർ എന്ന കിതാബിൽ കാണാം. ഒരു മനുഷ്യൻ ഈ ദുആ പറയുക, അതിനുശേഷം സൂറത്തുൽ മുൽക്ക് ഓതുക. സൂറത്തുൽ മുൽക്ക് ഓതിയാൽ ഒരു മനുഷ്യന് കിട്ടുന്ന, മഹാനായ ഇമാം സുബ്കി തങ്ങൾ പറയുകയാണ്, ചന്ദ്രമാസത്തിൽ 29-30 ദിവസങ്ങളായിരിക്കും. അതായത് അറബി മാസം ഒന്നുകിൽ 29 ആയിരിക്കും അല്ലെങ്കിൽ 30 ആയിരിക്കും. സൂറത്തുൽ മുൽക്കിൽ 30 ആയത്തുണ്ട്. അതുകൊണ്ട് ഈ 30 ആയത്ത് നമ്മൾ ഒരു മാസത്തിൻ്റെ തുടക്കം
തുടക്കത്തിൽ തന്നെ ഓതിയാൽ ആ 30 ദിവസവും അള്ളാഹുവിൻ്റെ ബറക്കത്തും റാഹത്തും ഇസ്സത്തും അള്ളാഹുവിൻ്റെ സഹായവും നമുക്ക് ഉണ്ടാകുന്നതാണ്. എപ്പോഴും നമുക്കൊരു ഖൈർ, ഒരു ബറക്കത്ത്, അള്ളാഹുവിൻ്റെ ഒരു സഹായം എപ്പോഴും ഉണ്ടാകും, എല്ലാവിധത്തിലുള്ള ശാന്തതയും ഉണ്ടാകും എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഈ സൂറത്തുൽ മുൽക്ക് ഓതൽ പതിവാക്കിയിരുന്നു. ഖബറിന്റെ ശിക്ഷയെ തൊട്ടുള്ള രക്ഷ കിട്ടാനൊക്കെ ഈ സൂറത്ത് നമ്മൾ പതിവാക്കൽ നല്ലതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആയത്തുൽ കുർസിൻ്റെ കാര്യം പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എഴുതുന്ന കാര്യം പറഞ്ഞു, ഫർദ് നിസ്കാരം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ മുഹറം മാസം ഇന്നു മുതൽ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് പരമാവധി ദിവസങ്ങളിൽ പകലുകളിൽ നോമ്പുകാരായിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് പറയപ്പെടുന്നു, കിതാബുകളിൽ കാണാം, മുഹറം മാസത്തിലെ ഒരു നോമ്പിന് 30 ദിവസത്തെ നോമ്പിൻ്റെ പ്രതിഫലം കിട്ടുമെന്നെല്ലാം എഴുതിയ പണ്ഡിതന്മാർ നമുക്കിടയിലുണ്ട്. അപ്പോൾ നോമ്പിൻ്റെ കാര്യം മറന്നു പോവണ്ട. അതുപോലെ സ്വതക്കകൾ പരമാവധി വർദ്ധിപ്പിക്കുക. വിശുദ്ധമായ ഖുർആനിലെ ഒരുപാട് ശ്രേഷ്ഠതയുള്ള സൂറത്തുകളുണ്ട്. ആ സൂറത്തുകൾ പരമാവധി ഓതാൻ ശ്രമിക്കുക. സൂറത്ത് യാസീനുണ്ട്, സൂറത്ത് ദുഹാനുണ്ട്, അതുപോലെ സൂറത്തുൽ മുൽക്കുണ്ട്, സൂറത്തുൽ വാഖിഅയുണ്ട്, ആയത്തുൽ കുർസി, അങ്ങനെ ഏതെല്ലാം ആയത്തുകളുണ്ടോ അതൊക്കെ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പരസ്പരം കുടുംബ ബന്ധങ്ങൾ ചേർക്കുക, പിണക്കങ്ങൾ മാറ്റുക, വഴക്കുകൾ മാറ്റുക. അതുപോലെ തന്നെ ഇനിയുള്ള വർഷം അല്ലാഹുവേ ഒരു പുതുവർഷമാണ്, എല്ലാവിധ സന്തോഷവും ഉണ്ടാവണേ എന്ന് നമ്മൾ പ്രത്യേകം ദുആ അരക്കുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ മറന്നു പോവാൻ പാടില്ല എന്ത്? 2 കാര്യം. ഒന്ന്, പ്രത്യേകിച്ച് മുഹറമിന്റെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ഒരു ദിക്റുണ്ട്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവറുകൾ പറഞ്ഞ ദിക്റാണല്ലോ ഇത്. ഈ മുഹറം മാസത്തിൽ എത്രമാത്രം നമുക്ക് അധികരിപ്പിക്കാൻ പറ്റുമോ അത്രമാത്രം പറയുക. കാരണം ഈ ഒരു ദിക്റിന്റെ ശ്രേഷ്ഠത കൊണ്ടാണ് മഹാനവറുകൾ ഈ മുഹറം മാസത്തിലെ 10ാമത്തെ ദിവസം ആശുറാഇന്റെ ദിവസം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെട്ടത്. അതുകൊണ്ട് നമുക്കും രക്ഷപ്പെടണം. നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന്, നമ്മുടെ കടങ്ങളിൽ നിന്ന്, നമ്മുടെ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് മാത്രമാണ് വഴിയുള്ളത്. ഏത്? പരമാവധി ദുആ അരക്കുക. ഇതൊരു ഖുർആനായത്താണ്, ഇതൊരു ദുആയാണ്, ഇതൊരു തസ്ബീഹാണ്, ഇതൊരു ദിക്റാണ്. ഏത് ഗണത്തിൽ നമുക്ക് പെടുത്താം. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലാ അന്ത, ആരാധനക്കർഹൻ നീയല്ലാതെ മറ്റാരുമില്ല. സുബ്ഹാനക, ഞാൻ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ്. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി അല്ലാഹ്. എത്ര നല്ല ദുആയാണ്. ഒരു അടിമ അള്ളാഹിനോട് പറയുന്ന എത്രയോ ശ്രേഷ്ഠമായൊരു ദുആയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ദുആ മറന്നു പോവണ്ട, ഈ ഒരു ദിക്ർ മറന്നു പോവണ്ട. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതുപോലെ തന്നെ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, അതും വലിയ ശ്രേഷ്ഠതയുള്ളൊരു ദിക്റാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അതുപോലെ തന്നെ റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഓരോന്നിൻ്റെയും ശ്രേഷ്ഠത പല വീഡിയോകളിൽ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങോട്ടൊന്നും കടക്കാത്തത്, വേഗത്തിൽ ഓടിച്ചു പറയുന്നത്. അതുപോലെ തന്നെ പ്രത്യേകം ഈ ഒരു മാസത്തിൽ ഈ ഒരു ദിവസങ്ങളിൽ പറയേണ്ട ഒരു ദിക്റാണ് ഏത്? ഇസ്തിഗ്ഫാർ. ഏത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹുവേ പുതിയൊരു വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്, ഇത് വലിയ സന്തോഷത്തിന്റെ വർഷമാക്കണേ അല്ലാ എന്നുള്ള ദുആയാണ് ഈ ഒരു ദിക്റിലും തസ്ബീഹിലൂടെ നമ്മൾ പറയുന്നത്. പിന്നെയോ അറിയാവുന്ന സ്വലാത്തുകൾ, ഒരുപാട് സ്വലാത്ത് അറിയാവുന്ന സ്വലാത്ത് അദദു സ്വലാത്ത്, കൻസു സ്വലാത്ത്, താജു സ്വലാത്ത്, നാരിയത്തു സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിഹ, സ്വലാത്തു തിബ്, അറിയാവുന്ന സ്വലാത്തൊക്കെ ഇങ്ങനെ പറയുക. പരമാവധി നല്ല രൂപത്തിൽ ദുആ രക്കുക. ഇതിൻ്റെ രാത്രിയിലും പകലൊക്കെ മുഹറം മാസത്തിൻ്റെ രാത്രിയിലും പകലും അല്ലാഹു തആല ദുആ വേഗത്തിൽ സ്വീകരിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ പരിശുദ്ധമായ ഈ മുഹറം മാസത്തിൻ്റെ 1 മുതൽ 30 വരെ, 1 മുതൽ 10 വരെ 30 വരെ വളരെയധികം നമുക്ക് ശ്രേഷ്ഠത നൽകുന്ന ഒരു കാര്യമാണ് സ്വതക്ക കൊടുക്കുക. അതായത് ഒരു 10,000 രൂപ ഒരാൾക്ക് കൊടുക്കണം, അങ്ങനെയൊന്നും പറയുന്നില്ല. ഒരു 100 രൂപയാണെങ്കിലും. ഇപ്പോൾ നമ്മുടെ വാട്സപ്പിലൊക്കെ എത്രയോ മെസ്സേജുകളാണ് വരുന്നത്. കരൾ രോഗികൾ, ക്യാൻസർ രോഗികൾ, അല്ലെങ്കിൽ വിവാഹം അഭ്യർത്ഥനയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എത്രയോ മെസ്സേജുകൾ ഓരോ ദിവസം വരുന്നു. അവരുടെ ആ ഗൂഗിൾ പേ നമ്പറിലേക്ക് ഒരു 101 രൂപ
അല്ലെങ്കിൽ ഒരു 200 രൂപ നമ്മളെ കൊണ്ട് പറ്റുന്ന എത്രയാണോ അത് നമ്മൾ കൊടുക്കുക. പിന്നെ കൊടുക്കുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം, ഇത് ഉള്ളതാണോ, ഇയാൾ അർഹനാണോ എന്ന് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം നമ്മൾ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് എന്താണ്, വെറുതെ വ്യഥയിലായി പോകും. പിന്നെ നമ്മൾ നല്ല നീയത്തിലാണ് കൊടുക്കുന്നത്, അള്ളാഹു തആല നമുക്ക് പ്രതിഫലം തരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് കൃത്യമായി അർഹതപ്പെട്ട ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്, അവർക്കൊക്കെ പരമാവധി സ്വതക്ക കൊടുക്കുക. പിന്നെ ഭക്ഷണം കൊടുക്കുക, ഭക്ഷിപ്പിക്കുക. പിന്നെ പരസ്പരം സലാം പറയുക, സലാം അധികരിപ്പിക്കുക, രോഗികളെ സന്ദർശിക്കുക. അതൊക്കെ എന്താണ്, വഴിയിലെ ബുദ്ധിമുട്ടുകൾ നീക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുക. ഈ ത്വാം അത് വലിയ പുണ്യമാണ് ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ. പിന്നെ നമ്മുടെ അമലുകളൊക്കെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു വളരെ മോശപ്പെട്ട, അതിപ്പോൾ പള്ളിയിൽ ഉസ്താദാണെങ്കിലും അതുപോലെ ഏത് നിസ്കാരമുള്ള ഹാജി ആണെങ്കിലും നിസ്കാരമില്ലാത്തവരാണെങ്കിലും എല്ലാവരും എന്താണ് ചെയ്യുന്നൊരു കുറ്റമാണ്, അല്ലെങ്കിൽ ഒരു വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് വിട്ടുവീഴ്ചയില്ലായ്മ. അതായത് നമ്മുടെ പറമ്പിൽ നിന്നും മറ്റൊരാളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു മരം ചാഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾ വന്ന് ഒരുപാട് പറഞ്ഞു ആ മരം ഒന്ന് മാറ്റാൻ, അല്ലെങ്കിൽ ആ കൊമ്പൊന്ന് ഇറക്കണേ, അല്ലെങ്കിൽ എന്താണ് വഴി ഒരു കുറച്ച് വഴി ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് നടന്നു പോകാൻ, നല്ലത് രൂപത്തിലൊന്ന് നടന്നു പോകാൻ വഴി ഒന്ന് ഒരുക്കി തരണേ. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ. അല്ലെങ്കിൽ കുടിവെള്ളത്തിൻ്റെ കാര്യം. അതുപോലെ തന്നെ ഈ വഴിയുമായി, അതായത് ഒരു സ്വല്പം എന്താണ് സ്ഥലം കിട്ടിയാൽ ഞങ്ങൾക്ക് സുഗമമായി ഒരു ആംബുലൻസ്, വീട്ടിൽ എന്തെങ്കിലും രോഗികളൊക്കെ ആണെങ്കിൽ ഒരു ആംബുലൻസ് കയറ്റിക്കൊണ്ട് പോകണ്ടേ, ഒരു ആംബുലൻസ് കയറാൻ, അല്ലെങ്കിൽ ഒരു കാറ് കയറാൻ, അല്ലെങ്കിൽ ഇത് വെറുതെ തരണ്ട, പൈസ തരാമെന്ന് പറഞ്ഞാലും ഹാജാർ വിട്ടുകൊടുക്കില്ല. അങ്ങനെ എത്രയോ ആളുകൾ, കടുംപിടുത്തത്തിൻ്റെ ആളുകളുണ്ട്, വിട്ടുവീഴ്ചയില്ലായ്മ. അതൊക്കെ പുതിയ വർഷമാണ്, പുതിയൊരു മാസമാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യുമ്പോഴാണ് അള്ളാഹു നമുക്ക് വിട്ടുവീഴ്ച ചെയ്യുള്ളൂ, അല്ലേ? നമ്മൾ എത്രയോ തെറ്റുകൾ ചെയ്യുന്നു, അതൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് തരാതെ നമ്മളൊക്കെ സ്വർഗ്ഗത്തിൽ കിടക്കാമെന്ന് വിചാരിക്കുകയാണോ? ഒരിക്കലും നടക്കില്ല. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക്, നമ്മുടെ കുടുംബക്കാർക്ക്, നമ്മുടെ അയൽവാസികൾക്ക് വിട്ടുവീഴ്ച ചെയ്യുമ്പോഴാണ് അള്ളാഹുവിൻ്റെ വിട്ടുവീഴ്ച, അഫ്വ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് മുഹറം മാസത്തിൽ ഇതെല്ലാം ശ്രദ്ധിച്ചു മുന്നോട്ട് പോയാൽ നമുക്ക് ഈ വർഷം അതെല്ലാ വിധത്തിലും റാഹത്താകും. പിന്നെ ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആ ഇറക്കണം. അല്ലാഹുമ്മ ഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിം. ആ ദുആ നമ്മൾ മറന്നു പോകരുത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ ദുആ വളരെ എന്താണ്, നമുക്ക് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും ഗുണം കിട്ടുന്ന ഒരു ദുആയാണ്. അല്ലാഹുമ്മ ഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അപ്പോൾ ഈ ദുആയും നമ്മൾ എപ്പോഴൊക്കെ ദുആ ചെയ്യുന്നോ അത് നമ്മുടെ ഈ ദുആയിൽ അതൊക്കെ ഉൾപ്പെടുത്തുക. അതോടൊപ്പം തന്നെ മരണപ്പെട്ടു പോയവരെ സിയാറത്തൊന്നും ചെയ്യാൻ മറന്നു പോകല്ലേ. പുതിയൊരു വർഷം നമ്മളൊക്കെ വലിയ സന്തോഷത്തിൽ, അവർക്കും സന്തോഷം ഉണ്ടാവട്ടെ. അവിടെ ചെന്നിട്ട് യാസീൻ പറ്റുന്നത് പോലെ ഓതുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ ആയത്തുൽ കുർസി 2-3 പ്രാവശ്യം ഓതിയിട്ട് അതിൻ്റെ പ്രതിഫലം എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും അള്ളാഹുവെ കൊടുക്കണേ നമുക്ക് ദ്വാരക്കാം. അങ്ങനെ പരമാവധി എന്താണ്, നല്ല കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ചെയ്ത് നല്ല ഒരു വർഷമാണ് ഇൻഷാ അള്ളാഹ്. നമുക്ക് ഈ ഒരു വർഷം നമുക്ക് എല്ലാവിധ ഖൈറിലും സന്തോഷത്തിലും ആവണം. ആ ഒരു നിയ്യത്ത് ഇപ്പോഴേ നമ്മുടെ മനസ്സിലുണ്ടാവുക. അപ്പോൾ ഇനി പരമാവധി ദിവസങ്ങളിലൊക്കെ നോമ്പുകാരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അത് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പേര് നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ വിശുദ്ധമായ മുഹറം ഇതാ തൊട്ടരികത്തെത്തിയിരിക്കുകയാണ്. മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ രാവിലോ പകലിലോ 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെക്കും. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതെപ്പോഴാണ് അത് എഴുതേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത്, ഏത് മഷി കൊണ്ടാണ് എഴുതേണ്ടത്, ഏത് പേപ്പറിലാണ് എഴുതേണ്ടത്. ഓരോ ആളുകളും ആ എഴുത്തിൻ്റെ സമയത്ത് അശ്രദ്ധമായി പോകുന്നുണ്ട്. അത് പോവാതിരിക്കാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 113 പ്രാവശ്യം എങ്ങനെ പ്രാക്ടിക്കലാക്കി നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെ എഴുതാമെന്ന് നമ്മളിതാ ദൃശ്യത്തിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ്, എഴുതി നമ്മൾ കാണിച്ചു തരുകയാണ്. ആ വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകും. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക.